എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒന്ന് നല്ലൊരു ഡ്രസ്സ് ഇട്ടോട്ട് ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയറി അയാൾക്ക് എല്ലാ വിവരമുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത്തിരി സ്റ്റൈലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് നാളെ ഇയാളെ പോലെ ആവാന്നുള്ളത്. ഇത് നമ്മുടെ ഇടയിലുള്ളൊരു കുഴപ്പമാണ്. പണ്ട് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ആണ് പെണ്ണെന്നുള്ള വകതിരിവ് വരുന്നു. ഇനി ആണ് പെണ്ണെന്നുള്ള വകതിരിവ് പോയി എന്താ പറയുക, പോസിറ്റീവ് നല്ല ആളും ചീത്ത ആളെന്നുള്ളതേ അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ ചിലപ്പോൾ സ്ത്രീകളിൽ നല്ല ആൾക്കാരുണ്ടാവും, ചീത്ത ആൾക്കാരുണ്ടാവും, പുരുഷന്മാരിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരുണ്ടാവും. മണി ആൻഡ് മൈൻഡ്സെറ്റ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ BJ സ്റ്റാജൻ. നമ്മോടൊപ്പമുള്ളത് ഇന്ന് നിഖിൽ ഗോപാലകൃഷ്ണനാണ്. അദ്ദേഹം പെൻഡൈഡ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ CEO ആണ്. അതിൽ കൂടുതൽ മലയാളികൾ അദ്ദേഹത്തിന് അറിയുന്നത് മണി ടോക്സ് വിത്ത് നിഖിൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയാണ്. മലയാളികൾക്ക് ഒരുപാട് സാമ്പത്തിക ഉപദേശം കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾക്ക് കൂടുതൽ എന്തെങ്കിലും അദ്ദേഹത്തിലേക്ക് എടുക്കാനുണ്ടോ എന്നും കൂടി നമുക്ക് ശ്രമിച്ചു നോക്കാം. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ആദ്യം തന്നെ നേരെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അങ്ങ് പോവാം. നമ്മളിപ്പോ മലയാളികളുടെ ഒരു സാമ്പത്തിക ഇത് നോക്കുമ്പോൾ ഒരുപാട് സാമ്പത്തിക മണ്ടത്തരങ്ങൾ മലയാളി ചെയ്യുന്നു എന്ന് ഇപ്പോ സാറിന്റെ വീഡിയോകൾ കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നാറുണ്ട്. അതാണ് പലപ്പോഴും തിരുത്താൻ ശ്രമിക്കുന്നത് അല്ലേ? മലയാളി നടത്തുന്ന പ്രധാന സാമ്പത്തിക മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ് തോന്നിയിരുന്നത്? അത് എങ്ങനെ നമുക്ക് റെക്ടിഫൈ ചെയ്യാം? സാമ്പത്തിക മണ്ടത്തരം എന്ന് പറഞ്ഞ ഇതിലെല്ലാവർക്കും നമ്മളെല്ലാവരും ഒരു രീതി കണ്ടുപിടിച്ചിട്ടുണ്ടോ നമ്മുടെ പാരന്റ്സിന്റെ നമ്മുടെ ചുറ്റുപാടൊക്കെ ആയിട്ടും. അപ്പോൾ ചില ടൈമിൽ അതൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ചിലപ്പോൾ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്ന കാര്യം വെച്ചാൽ ചില ടൈമിൽ നമ്മുടെ കുറേ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് റെഡി ആവണേക്കാളും പിന്നെ നമ്മളത് നേടിയെടുക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പം ഞാൻ ഇപ്പോൾ എനിക്കൊന്ന് ജിയോയിലെന്തോ പുതിയൊരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ മുഴുവൻ കണ്ടു കഴിഞ്ഞിട്ടില്ല. അത് ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും അതിൽ കണ്ടു കഴിഞ്ഞാൽ എനിക്കത് ഞാൻ ഓരോ ടൈമിലായിരിക്കും അയ്യോ ഞാൻ പിന്നെ സിനിമ കാണുമ്പോൾ എപ്പോഴും അതിലൊരാളായിട്ട് നിന്ന് പാർട്ടായി മാറും. അപ്പം ഞാൻ അയ്യോ ഞാനത് കറക്റ്റ് പറഞ്ഞു കൊടുത്തു തന്നെയല്ല അത് അങ്ങനെ ചെയ്യരുതെന്നുള്ളത്. അപ്പോൾ ഒരു ജോലി പോകുന്നു. അപ്പോൾ ജോലി പോകുന്ന ടൈമിൽ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും കൂടി അങ്ങനെ ഗേൾ ഫ്രണ്ട് പറയുന്ന ഞാൻ അവിടെ നിന്ന് വിട്ടിട്ട് നമുക്ക് കാനഡയിൽ പോവാം. അത് കഴിഞ്ഞപ്പം ഇയാളുടെ നല്ല കടമുള്ള വീട്ടിലെ പയ്യനായിരിക്കും. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞിട്ട് ഞാൻ വീട് വയ്ക്കാം. അപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ വീട് പണി നിർത്താതെ ജോലി പോയത് വീട്ടിൽ പറയാണ്ട് കട കൊടുത്തിട്ട് പിന്നെയും അടുത്തതിലേക്ക് പോവാണ്. വീട് വെക്കുന്ന മലയാളിയുടെ വലിയ മണ്ടത്തരം. അല്ല മണ്ടത്തരത്തിലല്ല, അത് ആക്ച്വലി ഹീസ് നോട്ട് റെഡി ഫിനാൻഷ്യലി. അപ്പോൾ വീട്ടുകാരോട് പറയുന്നില്ല ജോലി പോയത്. പിന്നെ വീട്ടുകാർ അറിയുന്നു. അപ്പോൾ കൃത്യമായിട്ടൊരു എമർജൻസി ഫണ്ട് വയ്ക്കാതെ ചെയ്യുന്നു. പിന്നെ ലോണും മുടങ്ങുന്ന ടൈമിൽ ഗേൾ ഫ്രണ്ടിൽ നിന്ന് സ്വർണം പണയം വയ്പ്പിക്കുന്നു. പിന്നെ അറിയാതെ ട്രാക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു എനിക്ക് ശരിക്കും ആ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഇറ്റ്സ് എ വെരി ഗുഡ് കേസ് സ്റ്റഡി. ഐ തിങ്ക് അതൊരു എന്റർടൈൻമെന്റിനേക്കാളും ഉപരി ഒരു സാമ്പത്തിക എഡ്യൂക്കേഷൻ ആണെന്നാണ് ആൾക്കാർക്ക്. അതിപ്പോ മലയാളിയെ സംബന്ധിച്ച് പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നത്, ഇപ്പൊ നമ്മള് പറയാറുണ്ട് കോവിഡിന് ശേഷം വാക്സിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഹാർട്ട് അറ്റാക്ക് വരുന്നുണ്ട്. അതുപോലെ ചിലർ പറയുന്നില്ല കോവിഡിന്റെ കാരണം കൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത്. എനിക്കോടെ മലയാളിക്ക് ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഈ കടം വരുത്തി വെച്ച് അത് EMI അടയ്ക്കണുള്ളത് പേടിച്ചിട്ടാണ് കൂടുതൽ ചെറുപ്പക്കാർ മരിച്ചു പോണേന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അറ്റാക്ക് വരുന്നതെന്ന്. കാരണം അത്രമാത്രം EMI ബാധ്യതയുള്ള ഒരു സമൂഹമാണ് മലയാളി എന്നാണ് ഞാനൊരു ബാങ്കറോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്. മറ്റൊരു കമ്മ്യൂണിറ്റി ഇത്രമാത്രം EMI എടുത്തുകൂട്ടി വെക്കില്ല എന്ന് പറയുന്നു. അത് സത്യമാണോ? എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല EMI ഉണ്ട് തോന്നുന്നത്. ഇപ്പോൾ എനിക്കൊരു മിക്സാണ് ശരിക്കും. എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ആൾക്കാർ ഒന്നില്ലെങ്കിൽ കടമുണ്ടായിട്ട് രക്ഷപ്പെട്ടെന്ന് ആഗ്രഹിച്ചിട്ട് വരുന്ന ആൾക്കാരാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. പിന്നെ കൂടുതലും ഇപ്പോൾ മണി ടോക്സിലൊക്കെ ഉള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരാണ്, ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ, അല്ലാതെ കടമുണ്ടെങ്കിൽ കടത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒത്തിരി കടമുള്ള ആൾക്കാർ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിനോടൊപ്പം എനിക്ക് തോന്നുന്നു വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർക്ക് ഒരു ആഗ്രഹം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുമ്പോഴേക്കും ആ ആഗ്രഹം ജനിച്ചിട്ടായിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ ജോലി ഈസിയാണ്. ഒരു വെൽത്ത് ക്രിയേഷൻ വേണം, അല്ലെങ്കിൽ കടം മാറണം എന്നുള്ള. അപ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരാൾ റെഡിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി സത്യം പറഞ്ഞാൽ ആ ഭാഗം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ആ ബോധപ്പെടുത്തുന്ന എന്താ പറയുക അതില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ ഒരിക്കലും അങ്ങോട്ട് പോയിട്ട് ആൾക്കാരെ അപ്രോച്ച് ചെയ്യണ കുറവാണ്, ഇല്ലാന്ന് തന്നെ പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധിച്ച് ഒന്നും ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. അപ്പൊ യഥാർത്ഥ ആഗ്രഹമുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് എന്നുള്ള ഞങ്ങൾക്ക് ഒരു പ്ലസ് പോയിന്റ് ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാനീ സംസാരിക്കുന്നത് എന്താ പറയാ ഹാർഡ്ലി ഒരു 2-3 ലക്ഷം ആൾക്കാരെ പറ്റിയിട്ടാണ്. കേരളത്തിൽ ഇനിയും പോപ്പുലേഷൻ ഉണ്ടല്ലോ, കിടക്കയിട്ടില്ല. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ നേരത്തെ ചോദ്യത്തിന് ഉത്തരം ആയിട്ടില്ല. എന്നിരുന്നാൽ പോലും ഒരു കാര്യം പറയാം. അതായത് മലയാളികൾ ഇപ്പൊ സ്റ്റോക്കിലാണല്ലോ കൂടുതൽ, മ്യൂച്വൽ ഫണ്ടൊക്കെ ആണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്.
മലയാളികള് വളരെ മൈനോറിറ്റിയാണ് സത്യത്തില് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഗുജറാത്തികളെ ഇവരേക്കും വെച്ച് നോക്കുമ്പോൾ എന്ന് പറയുന്നത്. ശരിയാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോംബെയിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലോ അല്ലെങ്കിൽ അഹമ്മദാബാദിലോ ഗുജറാത്തിലോ ഉള്ള ഒരു പോപ്പുലേഷൻ നമ്മുടെ ഭാഗത്ത് നിന്ന് ഇതിലേക്ക് വന്നിട്ടില്ല. അത് ഇവിടെ മാത്രമല്ല, ഇപ്പൊ ഇന്ത്യയിലത്തെ മറ്റുള്ളതെന്ന് വെച്ച് നോക്കുമ്പോൾ അത്ര അധികം ഒന്നും ഇവിടേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ അത് ഇറ്റ്സ് നാച്ചുറൽ. ഇപ്പൊ അമേരിക്കൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 70% ആൾക്കാർ സ്റ്റോക്കിലുണ്ടെന്ന്, 70+ ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അത് ഡെവലപ്ഡ് എക്കോണമി അല്ലേ, പിന്നെ അവിടെ വലിയ വലിയ കമ്പനികളുണ്ട്, ഒത്തിരി ഇപ്പൊ അതുകൊണ്ട് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അവർക്ക്. അത് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് എഡ്യൂക്കേഷൻ വന്നിട്ട് പിന്നെ കൂടുതലും അവിടെയൊക്കെ ഒരു ഫാമിലിനേക്കാളും കൂടുതൽ ഇൻഡിപെൻഡന്റ് ആൾക്കാരായിട്ടുള്ള. അപ്പോൾ അവനവന്റെ കാര്യം നോക്കണം. ഇവൻ നമ്മളും ആ ലെവലിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ. അപ്പൊ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. മലയാളി കാണിക്കുന്ന ഒരു 4-5 സാമ്പത്തിക മണ്ടത്തരങ്ങൾ ഇത്ര കാലത്തെ എക്സ്പീരിയൻസോട് തോന്നിയിട്ടുള്ള എന്താണ്? ഓരോരോ വാചകങ്ങളായിട്ട് പറഞ്ഞു. മണ്ടത്തരങ്ങൾ എന്ന് പറയും, ഞാനത് മണ്ടത്തരങ്ങൾ പറയില്ല. കാരണം വെച്ചാൽ പലപ്പോഴും പല ആൾക്കാരും അവനവന്റെ ഇന്നസെൻസിന്റെ പേരിലോ അവനവന്റെ ഗതികേടിന്റെ പേരിലോ ചെന്നുപെടുന്നതാണ്. ഇപ്പൊ നമ്മൾ പറയും, ഇപ്പൊ ചില ടൈമിൽ എനിക്കിപ്പോ ചില ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോ ഇപ്പൊ അവർ ചിലപ്പോൾ ഒരു പേപ്പറിൽ എഴുതി കൊണ്ടുവരും, ഇത്ര കടമുണ്ടെന്ന് പറയും. ചിലപ്പോൾ ഒരു 10, 15, 20 കടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് അങ്ങേരുടെ ജീവിത സാഹചര്യം കൊണ്ട് പെട്ടുപോയതാ ആ ഒരു കാര്യത്തിൽ. ചിലപ്പോൾ ചിലപ്പോൾ അത് ഫാമിലിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സ്റ്റാൻഡപ്പ് ചെയ്തതിന്റെ പേരിലേക്ക് ആ കടപ്പുള്ളിയുടെ തലയിലായി. അപ്പൊ അത് മണ്ടത്തരത്തെക്കാളും ഉപരി അദ്ദേഹത്തിന്റെ കടമയല്ലാന്നുണ്ടെങ്കിൽ ഓടിപ്പോവാനായിട്ടുള്ള മനസ്സില്ലാത്തതിന്റെ പേരിൽ പെട്ടുപോയിട്ടുള്ള ഒരു കടം. പിന്നെ ചില ടൈമിൽ നമുക്ക് പറ്റിപ്പോണ ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവർ വിചാരിക്കും, ഓക്കെ ട്രേഡിങ് നല്ലതാണ്, അല്ലെങ്കിൽ ഇന്ന ഇൻവെസ്റ്റ്മെന്റിൽ പോയി കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. അപ്പൊ അങ്ങനെ പോയിട്ട് ചെന്നുപെടും. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു ഇതിനെല്ലാത്തൊരു സാഹചര്യം ഉണ്ട്. ഞാനതാ പറഞ്ഞത്. ഇപ്പോ ചില ടൈമിൽ ആളുകൾ ഒത്തിരി വാഗ്ദാനങ്ങളൊക്കെ കേൾക്കുമ്പോ അങ്ങോട്ട് ചാടിപ്പോവും. അപ്പൊ അതില് ശരിക്കും ഇതിൽ നടക്കണ ഒരു കാര്യം എന്ന് വെച്ചാൽ വഞ്ചിക്കപ്പെടുകയാണ്. ചിലപ്പോൾ ചില ആൾക്കാർ വിശ്വസിക്കുന്നതിന്റെ പേരിലായിരിക്കാം. അപ്പോൾ ഈ പിന്നെ നമ്മൾ കൂടുതലും ഒരു സൊസൈറ്റി ഡ്രിവൺ ഒരു സെറ്റപ്പാണല്ലോ. അപ്പൊ നമുക്ക് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു മിനിമം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ബന്ധുക്കളൊക്കെ രക്ഷപ്പെടുകയുണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഒന്ന് ഗൾഫിലൊക്കെ പോയി വരുമ്പോഴായിരിക്കും നമ്മളൊന്ന് കാശുണ്ടാക്കണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചിലപ്പോൾ ഒരു നമ്മുടെ ബഡ്ജറ്റിനപ്പുറമുള്ള കാറോ വീടോ ഫസ്റ്റ് അല്ല, അത് പൊതുവെ അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. BMW ഷോറൂം തുടങ്ങിയപ്പോ അവര് 30 വണ്ടിയോ മറ്റോ കാറ് വിൽക്കാൻ ശ്രമിച്ചിരുന്നവർക്ക് 100-ൽ കൂടുതൽ നമ്മൾ അങ്ങോട്ട് ബുക്ക് ചെയ്തിട്ട് അവരെ ഞെട്ടിച്ച് കളഞ്ഞു എന്നാണ് പറയുന്നത്. ശരിക്കും BMW ഒക്കെ പിന്നെയും കുഴപ്പമില്ല. കാരണം വെച്ചാൽ BMW ഒക്കെ മിക്കവാറും സെയിൽ എടുക്കുന്നത് ഏതെങ്കിലും ഒരു ബിസിനസ്സുകാരനായിരിക്കും. ആൾക്ക് ചിലപ്പോൾ ആൾക്കാരെ കാണിക്കണം, എൻ്റെ അടുത്ത് ഇത്ര ധനികനാണ്. ചിലപ്പോൾ അയാൾ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് അസറ്റ് ആണ് അത്. ശരിക്കും BMW ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആളുകൾ ചെന്ന് പെടുന്നില്ല. അതിന്റെ EMI ഇതിൽ എക്സ്പെൻസ് ആയിട്ട് എഴുതി കളഞ്ഞാൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ് ആയിട്ട് പലതായിട്ട് അത്. കാരണം അവർക്ക് ഇപ്പൊ നമ്മൾ ഞാനിതൊരു നെഗറ്റീവായിട്ട് പറഞ്ഞല്ല, പക്ഷെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു സാമ്പത്തിക സ്ഥിതിയിൽ നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോ ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് രണ്ടു വിധത്തിൽ കാണാം. പോസിറ്റീവായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മൾ ഒരു ഹോണ്ട സിറ്റിയിൽ യാത്ര ചെയ്യുന്നതിനേക്കാളും ഒരു വാല്യൂ മലയാളി കണക്കാക്കി കൊടുക്കുന്നത് ആൾക്കാർക്ക് തോന്നും, നമുക്കും തോന്നും. ഞാൻ ചിലപ്പോ വന്നിട്ട് ഒന്ന് BMW ഇറങ്ങുമ്പോ എനിക്ക് തോന്നിപ്പോ ഓക്കെ മൈൻഡ് സെറ്റ് ആണെന്നൊക്കെ പറയാം. പക്ഷെ അതൊക്കെ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്ര വാല്യൂ കൊടുക്കാറില്ല. പക്ഷെ അത് പറഞ്ഞിട്ട് ചില ആളുകൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി കാൻറ്റ് ഇഗ്നോർ അല്ലേ. ചില ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഭൂരിപക്ഷം അത് ശ്രമിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ പക്ഷെ ഈ കൂടുതലും ചെന്ന് പെടുന്ന കാര്യം വെച്ചാൽ ചിലപ്പോൾ ഇത്ര നാൾ വീട് ജപ്തി ചെയ്ത് പോയിരിക്കും, അല്ലെങ്കിൽ വാടക വീട്ടിൽ താമസിക്കാനായിരിക്കും. അപ്പോൾ കുറേ ഒരു 10-20 വർഷമായിട്ടൊക്കെ ഉള്ള ഒരു ട്രോമയിൽ നിൽക്കുന്ന ടൈമിൽ ഒരു മകൻ പോയി രക്ഷപ്പെടുന്നു. അപ്പൊ അവന് പേരൻസിന് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ വീടും ഒരു കാറൊക്കെ ആയിരിക്കും. അപ്പൊ അത് ചിലപ്പോ ശരിക്കും ഇയാൾക്ക് അതിനുള്ള കഴിവുണ്ടാവില്ല. ഇയാള് അത് ഉത്തരവാദിത്തം ചെയ്യേണ്ടി വരും. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു ഇതിനിടയിൽ പറയാനുള്ള ഒരു തമാശയുണ്ട്. അതായത് അവിടെ ഒരു വലിയൊരു കുറുക്കമ്പനി നടത്തിയിരുന്ന ഒരു കക്ഷി നിക്ഷേപക വാങ്ങിച്ച് അയാള് വലിയൊരു കേസിൽ പരാജയപ്പെട്ടു ഹൈക്കോടതിയില്. അന്ന് ഇതുപോലെ ഫോണോ ഇതൊന്നുമില്ല, പെട്ടെന്നുള്ള സംഭവം കമ്പി അടിക്കുക അങ്ങനെയൊക്കെയാണ്. ഇയാൾ കേസ് പരാജയപ്പെട്ട് പോകുന്ന വഴിക്ക് മൂപ്പര് തൃപ്രയാർന്ന ഒരു ആന കൊമ്പനെ അങ്ങ് വാങ്ങി, എന്നിട്ട് നാട്ടിലേക്ക് എത്തി.
അപ്പൊ എല്ലാ ആൾക്കാരും ഈ വീടിന് മുന്നിൽ കാത്തിരിക്കുക, ഇയാളെ വന്നാൽ അങ്ങ് ഇടിച്ച് കാശ് വാങ്ങിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ കേസിന്റെ അവസ്ഥ എന്തായി എനിക്ക് പറഞ്ഞാൽ അറിയാലോ. ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ നിക്ഷേപിക്കാത്തവരെ ഏറ്റവും കൂടുതൽ അതിന്റെ മുന്നിൽ കാണാറ് നമ്മള് നിക്ഷേപകർ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വരുമ്പോ. അപ്പൊ ഇയാളങ്ങ് പിഴിഞ്ഞെടുക്കാന്നൊക്കെ വിചാരിച്ച് നിന്നവർ ഇയാൾ ആനയായിട്ടാണ് പറഞ്ഞത്. അതുകൂടി എല്ലാവരും പറഞ്ഞു അങ്ങേർക്ക് ഒന്നും പറ്റിയിട്ടൊന്നും മത്തായിച്ചാട്ടം ഭയങ്കര ഒരു കുഴപ്പം പറ്റിയിട്ടില്ല, ആള് ഇനി അങ്ങോട്ട് കൊടുക്കാന്നുള്ളത്. അതാണ് ഇതിന്റെയൊക്കെ ഒരു മനഃശാസ്ത്രം എന്ന് എനിക്ക് തോന്നുന്നു. അതെപ്പോഴും ആവശ്യമാണ്. ഇപ്പോൾ ഇവൻ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ്സിനൊക്കെ ഫണ്ട് വാങ്ങുന്ന സമയത്ത് ആക്ച്വലി ഒരു ബിസിനസ്സുകാരൻ ഫണ്ട് വാങ്ങുമ്പോൾ അത് അയാളുടെ വെൽത്തല്ല, അത് അങ്ങനെ ഉത്തരവാദിത്വം. കാരണം അതിൽ നിന്ന് എന്ന് പുറത്തുനിന്ന് കാശെടുത്തു അന്ന് ആൾക്ക് റെസ്പോൺസിബിലിറ്റി ആവണം. ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഭയങ്കര ക്ലിയർ ആയിരിക്കണം. ഇത് ആൾക്ക് നമ്മൾ ഓണർഷിപ്പാണോ കൊടുക്കുന്നത് അതോ ലോണാണോ എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ വിചാരിക്കണമെന്ന് വെച്ചാൽ ഷെയർ ഇടൂ എന്നിട്ട് മാസം ഞാൻ റിട്ടേൺ തന്നേക്കാന്ന് പറഞ്ഞത്. അത് ഭയങ്കര ഡേഞ്ചറാണ്. ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ പ്രാക്ടിക്കലല്ല, അത് ലോണുമാണ്. ഇപ്പം നമ്മൾ പറയുന്നത് ഇപ്പം മിനിമം നമ്മുടെ നാട്ടിൽ ഒരു 10% ഇല്ലെങ്കിൽ ആൾക്കാർ പൈസ കൊടുക്കത്തില്ല. അപ്പോൾ ഒരു 10 ലക്ഷം വാങ്ങിയിട്ട് 10% 1 ലക്ഷം രൂപ എല്ലാ മാസവും എല്ലാ വർഷവും കൊടുക്കണം. ഞാൻ 10% എന്ന് പറഞ്ഞാൽ നടക്കില്ല നിങ്ങൾക്ക് അറിയാട്ടോ, 10 അല്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ ബിസിനസ് ലാഭം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിൽ ഈ പൈസ കൊടുക്കണം. അപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് ദാറ്റ് ഈസ് ലോൺ. പിന്നെ ഈ ബിസിനസ്സുകാർക്കും ഉള്ള അതിബുദ്ധി എന്ന് വെച്ചാൽ ഞാൻ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ നാളെ തുടങ്ങിയിട്ട് ലാഭം കിട്ടണം, എങ്ങാനും കമ്പനി നന്നായി പോയി കഴിഞ്ഞാൽ എല്ലാം ഞാൻ കൊടുക്കണ്ടേന്നുള്ള പേടിയാണ്. അതുകൊണ്ട് തിരിച്ച് വേറൊന്നുണ്ട്, ഇത് ഇൻവെസ്റ്റ് ചെയ്ത് പിറ്റേ ദിവസം കൊണ്ട് പൈസ ലാഭം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഇൻവെസ്റ്റർ രണ്ടും ആ കെമിസ്ട്രി നാട്ടിൽ തെറ്റാണ്. കാരണം ഞാനിത് രണ്ടുപേർക്ക് വേണ്ടി പറഞ്ഞതാണ്. കാരണം ബിസിനസ്സുകാരൻ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇങ്ങനെ പണം എടുത്തിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബിസിനസ് രക്ഷപ്പെടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. കാരണം ഡേ 1 തുടങ്ങിയിട്ട് ഉണ്ടാക്കിയ കാശിന്റെ ഒരു ഭാഗം പലിശയായിട്ട് പിന്നെ ലാഭവിഹിതം വേറെ കണ്ടു. ലാഭവിഹിതം ഉണ്ടാവില്ല, ലോസ് ആയിരിക്കും. ഇനീഷ്യൽ ടൈമിൽ ലാഭവിഹിതം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ലാഭവിഹിതം എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് കണ്ടിട്ട് വേറെ ഇൻവെസ്റ്റേഴ്സിന്റെ പൈസ കൊന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഇതൊരു മണി ചെയിനായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ. പോൺസി സ്കീം ഇത് ഒരു പോൺസി സ്കീം തുടങ്ങുന്നത് പോൺസി സ്കീമായിട്ടല്ല, നല്ല ഉദ്ദേശത്തോടെ ഫണ്ടിന്റെ ആവശ്യം വരാനായിട്ട്. ചിലപ്പോൾ ബിസിനസ്സുകാരൻ എനിക്ക് നന്നാക്കണം, നാട്ടുകാരെല്ലാവരും നന്നാക്കണം എന്നൊക്കെ വെച്ചിട്ടായിരിക്കും ഇദ്ദേഹം തുടങ്ങുന്നത്. പക്ഷെ പിന്നെ അത് പറ്റാണ്ടാവുമ്പോഴായി പോൺസി സ്കീമിലേക്ക് മാറുന്നത്. അപ്പൊ അവിടെ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ പണ്ട് നമ്മൾ തട്ടിപ്പുകൾ കേട്ടിരുന്നത് ആട് തേക്ക് മാഞ്ചിയം എന്നായിരുന്നു. ഒരു 30 വർഷം മുമ്പൊക്കെ ആട് തേക്ക് മാഞ്ചിയമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ കേൾക്കുന്നത് ക്രിപ്റ്റോ തട്ടിപ്പ്, പിന്നെ പോൺസി സ്കീം, മണി ചെയിൻ എന്നൊക്കെ പറഞ്ഞ് പണ്ട് ആയിരങ്ങൾ പോയിട്ടാണ് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളത്. ഇന്നിപ്പോ ലക്ഷങ്ങളും കോടികളാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരം സംഭവത്തിനോട് മലയാളിക്ക്, അത് ക്രിപ്റ്റോ ലാഭകരമല്ല എന്ന് ഞാൻ പറയുന്നില്ല. ക്രിപ്റ്റോ ബിറ്റ് കോയിൻ പോലുള്ള സ്റ്റേബിൾ കോയിൻസിന്റെ കാര്യമല്ല നമ്മൾ സംസാരിക്കുന്നത്. ഇത് മലപ്പുറത്തൊക്കെ ഏതോ ഒരു കോയിൻ ഉണ്ടാക്കി ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ബിറ്റ് കോയിൻ ആവും അടുത്ത ദിവസം എന്ന് പറയുന്നു. അതിൽ ഒരുപാട് പേര് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ബിറ്റ് കോയിനെ കുറിച്ചിട്ടൊക്കെ മീഡിയയിലുള്ള കുറെ കാര്യങ്ങൾ ആൾക്കാർ മനസ്സിൽ കെടുക്കുന്നുണ്ട്. ഇതിപ്പോ ഫ്യൂച്ചർ മണി ഇതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു വരുന്ന സംഭവം അതാണ്. അതായത് ഈ ന്യൂ ഏജ് തട്ടിപ്പുകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഭാഗമായിട്ട് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. മലയാളി എന്തുകൊണ്ടാണ് ഈ യാഥാർത്ഥ്യ ചിന്തയോടെ അല്ലാതെ ഒരു ഇത്തരത്തിലുള്ള സ്കീമിലേക്ക് പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നതിന്റെ സൈക്കോളജി എന്താണ്? ഞാനിത് ഇതുവരെ ചിന്തിക്കാത്ത രീതിയിൽ ഞാൻ പറയാം. കാരണം ഇത് പലയിടത്തും ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ സ്റ്റാൻഡേർഡ് ആൻസർ എല്ലാം കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഒന്ന് നല്ലൊരു ഡ്രസ്സ് ഇട്ടോട്ട് ആളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പറഞ്ഞ ആളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയറി അയാൾക്ക് എല്ലാ വിവരമുണ്ടെന്നുള്ളത്. അപ്പൊ ഇത്തിരി സ്റ്റൈലൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും നമുക്ക് നാളെ ഇയാളെ പോലെ ആവാന്നുള്ളത്. ഇത് നമ്മുടെ ഇടയിലുള്ളൊരു കുഴപ്പമാണ്. ഇപ്പൊ നമ്മുടെ ഇവിടെ തന്നെയാണെന്നുണ്ടെങ്കിലും ഒത്തിരി ബിസിനസ്സുകാർ നമ്മുടെ ഒരു കുറെ സ്കാമിൽ നിന്ന് പെടുന്ന കാര്യം വെച്ചാൽ ഇവനൊരു കോട്ട് ഇടാൻ കിട്ടിയൊരു അവസരം ഇവൻ വിചാരിക്കും ഞാനൊന്ന് വലിയ ആളായി എന്നുള്ളത്. കാരണം ഇത്രയും നാളും പൊറോട്ട ബീഫ് മാത്രമേ മൂവി കഴിച്ചിട്ടുള്ളൂ. ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട് ബുഫേ കഴിക്കാന്ന് പറഞ്ഞാൽ ഇവന്റെ വിചാരം വലിയ സംഗതിയാണ്. അപ്പൊ അവിടേക്ക് ഒരു മീറ്റിങ്ങിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു. അവിടെ വെച്ചിട്ട് ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ പുള്ളിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്ന് ഞാനൊരു കാശുകാരനാണെന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ കിട്ടുമ്പോൾ അത് മാത്രമല്ല മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കരുത് അതുകൊണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മളങ്ങനെ അറിയാണ്ട് അതിലേക്ക് ചെന്നപ്പെടും. പിന്നെ ഇത് മിക്കതും ചിലപ്പോൾ ഒരു മണി ചെയിൻ ലിങ്ക് ആയിരിക്കും. അപ്പൊ ഞാൻ അടുത്ത ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എനിക്കും ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മുടെ ബന്ധുക്കളെ എനിക്കും അതിലൊരു ബിസിനസ് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ അയാൾ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു തരുകയും ചെയ്ത് കോട്ടിട്ട് സായിപ്പ് പറയുകയും ചെയ്ത് ഇയാൾ ബെൻസിലാണ് വന്ന് പറയുന്നത്. അപ്പൊ എനിക്കും അയാൾ ആവണം നാളാണ്.
അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഈവൻ നമ്മുടെ ട്രെയിനിങ്ങുകളിലും ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ ഒരു മോട്ടിവേഷൻ ട്രെയിനർ വരെയുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ US നോക്കുകയാണെങ്കിൽ ടോണി റോബിൻസ് എന്ന് പറഞ്ഞ ഒരു ട്രെയിനറാണ്. ഞാൻ നിങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ ഞാൻ എനിക്ക് വരേണ്ട. അപ്പോൾ ടോണി റോബിൻസ് വന്നിട്ട് ശരിക്കും ടോണി റോബിൻസിൻ്റെ മോട്ടിവേഷനിലാണ് എനിക്ക് തോന്നുന്നു ഒറാക്കിളിൽ നിന്ന് ആരോ ഇറങ്ങിയിട്ട് ആള് വലിയ കാശൊക്കെ ഇനി എന്ത് ചെയ്യണം എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്ന ടൈമിൽ ടോണി റോബിൻസിൻ്റെ ട്രെയിനിങ് വന്നിട്ട് അവിടെ വന്നിട്ട് പുള്ളിക്കൊരു ബോധോദയം വരുന്നുണ്ട്. അങ്ങനെയാണ് സെയിൽസ് ഫോഴ്സ് എന്ന് പറഞ്ഞ കമ്പനി തുടങ്ങിയത്. എനിക്ക് ഫൗണ്ടർ പേര് അറിയില്ല. ഇനി സെറീന വില്യം പോലത്തെ ആൾക്കാരൊക്കെ കോച്ച് ചെയ്ത ആൾക്കാരാണ് ഈ ടോണി റോബിൻസ് പറഞ്ഞാൽ. അപ്പോൾ ഈ സെറീന വില്യംസും മറ്റേ നേരത്തെ പറഞ്ഞ പുള്ളിയൊക്കെ ഒരു ട്രെയിനർ ആവാൻ പരീക്ഷിക്കുകയായിരുന്നെങ്കിൽ അവര് ടോണി റോബിൻസിന്റെ കോമ്പറ്റീഷൻ ആയിട്ട് അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ. അപ്പൊ നമ്മുടെ ഇവിടെ പലപ്പോഴും ഈ ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ പല ആൾക്കാരും വിചാരിച്ചാല് എനിക്ക് ആ കോട്ടയുടെ സായിപ്പാവണമെന്നാ. അല്ലാതെ അവിടെ നിന്ന് പഠിച്ച കാര്യങ്ങൾ എന്റെ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്ത് ബിസിനസ് നന്നാക്കണം എന്നുള്ളത് പലപ്പോഴും പല ആൾക്കാരും പറ്റിപ്പോകുന്നുണ്ട്. മോട്ടിവേഷൻ ചിലപ്പോ ചില സമയത്ത് പോയിസണായി മാറുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. അപ്പൊ ഈ ഓവർ മോട്ടിവേഷൻ വരുമ്പോൾ കാരണം യാതൊരുവിധ ബിസിനസ്സോ അല്ലെങ്കിൽ ഇപ്പൊ ട്രേഡിങ്ങിന്റെ തന്നെ ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ ക്രിപ്റ്റോന്റെ ട്രേഡിങ്ങിനൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഇത് പെട്ടു. ഇവൻ ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ പേരിൽ ഒത്തിരി എനിക്കൊരു 15-20ഓളം ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ടുകൾ ഇപ്പോഴും ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ ഇതാണ്. ഈ സാധനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യണത് പോലും മലയാളികളല്ല, ആഫ്രിക്കയിലേക്ക് ഇരുന്നിട്ടുള്ള കാര്യമായിരിക്കും. കാരണം ഇപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് മലയാളത്തിൽ പറയാൻ പറ്റും. അപ്പോൾ ശരിക്കും എൻ്റെ പേരിലുള്ളത് ആൾക്കാർ ഇങ്ങനെ ആക്കിയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? ഇങ്ങനെ ഞാനല്ല ചെയ്യണത് ഈ കാര്യം പറയാം. ഞങ്ങൾ ഭയങ്കര വിജിലൻ്റ് ആണ്. ഞങ്ങളിപ്പോൾ ഞങ്ങളത് അറിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഓഫീസിൽ കൊടുത്തിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ടൊക്കെ പക്ഷേ ചിലത് ഞങ്ങൾ അറിയാണ്ടായിരിക്കും. കാരണം വെച്ചാൽ ഞങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ടായിരിക്കും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്കിത് മറ്റുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അപ്പോൾ ഞങ്ങളെ കൊണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മുടെ ഓഫീസിന്റെ ടീം ഗ്രൂപ്പിലിടും, ഞങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്യും. പക്ഷേ പെട്ടെന്ന് ഇവിടെ അടുത്തത് വന്നുകൊണ്ടിരിക്കും. അതെ, ശരിക്കും നമ്മുടെ പേജ് പോലെ തന്നെ ഇരിക്കും. ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പൊ താങ്കളുടെ പേരിലുണ്ട്, പൊറിഞ്ചു വെളിയത്തിന്റെ പേരിലുണ്ട്, എല്ലാം വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കംപ്ലീറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഇതപ്പോ ഇവിടെ പണ്ട് ഓഫീസിൽ ഒരാള് ഒരു ഫോറിനിലെ ഒരാളാണ്, ആള് 6 ലക്ഷം രൂപ കൊടുത്തു അത്രേ. എന്നിട്ട് നമ്മളോട് പറഞ്ഞ് ആ കാശ് ഞങ്ങളോട് എങ്ങനെയെങ്കിലും തരുമെന്ന് ചോദിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ് നിങ്ങളിപ്പോ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുകയാണ്, ഈ ഉണ്ടാക്കിയ കടങ്ങളിൽ നിന്ന് എങ്ങനെ മാറ്റാന്നുള്ളത് വേണമെങ്കിൽ നമ്മളിവിടെ ഫ്രീ ആയിട്ട് അഡ്വൈസ് തന്നിട്ട് മാറ്റി തരുന്നത്. ആള് തിരിച്ചു വന്നിട്ടില്ല. കാരണം ഇവർക്ക് ആർക്കും ഒരു ഡിസിപ്ലിനോടെ ഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിൽ നിൽക്കുന്ന ടൈമിൽ. അതും പറഞ്ഞത് ഇപ്പൊ അങ്ങനെ തന്നെ നമ്മുടെ പേരിൽ ആരെങ്കിലും പറ്റിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് ആ കാശ് എടുത്ത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ എനിക്ക് തോന്നുന്നു മണി ടോക്സിൽ തന്നെ ഞാൻ വീഡിയോയ്ക്ക് ഇഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, ഇൻവെസ്റ്റ് ഓൺലി ഇൻ റെഗുലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ്. ഞാനിപ്പോ എന്ത് വീഡിയോയിലും പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ഒരു 10%, 12% റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ എമർജൻസി ഫണ്ട് വേണം. ഇതൊക്കെ പറഞ്ഞേക്കണ ബാങ്കിലും. അപ്പൊ ഇത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ ബാങ്കിലിട്, അല്ലാന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിലൊക്കെ ഉള്ള സ്മോൾ സ്കീമുകളിലിട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞ കാര്യം റെഗുലേറ്റഡ് ആണ്. അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട്, അല്ലാതെ വേറെ ആൾക്കാർക്ക് പൈസ കൊടുത്തിട്ട് അവർ മാനേജ് ചെയ്യാനല്ല പറഞ്ഞത്. ഞാൻ ഈ പറഞ്ഞ എല്ലാ ഇൻവെസ്റ്റ്മെന്റും അല്ലെങ്കിൽ NPS ഇട്, PPF ഇട്, ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഗുണം വെച്ചില്ല. ഇവർ കുറിയിലാണെങ്കിൽ ചേരും, ഗവൺമെന്റ് KSFE പോലത്തെ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത് അതിൽ ചെയ്യൂ. അതാവുമ്പോൾ നമുക്ക് ഈ സാധനം ഒരു സ്ഥാപനത്തിന് പൊട്ടിപ്പോകാനായിട്ട് അത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ നിവൃത്തികളോട് പൊട്ടിപ്പോകേണ്ടി വരും. ആ സമയത്ത് നമുക്കൊരു ഗവൺമെന്റ് സിസ്റ്റം ഉണ്ട് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ യെസ് ബാങ്ക് പോലത്തെ ബാങ്കിന് പ്രശ്നങ്ങൾ പറ്റി, അത്രയും വലിയ ബാങ്കുകൾ പോലുമില്ല, അത്രയും വലിയ സ്ഥാപനങ്ങൾ പോലുമില്ല നിങ്ങൾ കാശ് കൊണ്ട് കൊടുക്കുന്നത്. ഇപ്പം അടുത്ത് നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞ് 100-150 കോടിയൊക്കെ തട്ടിച്ച് പോയി പറഞ്ഞ് അവർക്കൊക്കെ പൈസ കൊടുക്കണേക്കാൾ ഈ പറഞ്ഞ എല്ലാവരെയും ഒന്ന് സ്റ്റഡി നടത്തിയാൽ മതി. അവർക്കൊരു ബെൻസ് ഉണ്ടായിട്ടുണ്ടാവും, അവർക്ക് നല്ലൊരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ടാവും, നല്ല കോട്ടിട്ട ഫോട്ടോസ് ഉണ്ടാവും. ഇതെല്ലാം കണ്ട് നമ്മളെന്തിനു കണ്ടു മഞ്ഞളിക്കണത്? അതെ, അത് അവരാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ പറയുമ്പോൾ വേറൊരു കഥയും കൂടി പറയാനുണ്ട്. അതായത് ഹൗ ടു ബിക്കം എ മില്യനെയർ എന്ന് പറഞ്ഞൊരു പുസ്തകം, അത് വാങ്ങി മില്യൺസ് ആൾക്കാർ വാങ്ങിയത്, അങ്ങനെ അയാൾ കോടീശ്വരനായി. കറക്റ്റ്. അപ്പൊ ഈ ഇതിൽ സത്യം പറഞ്ഞാല് ഇപ്പൊ പലപ്പോഴും ഈവൻ ഹൗ ടു ബിക്കം മില്യനെയർ എന്ന് പറഞ്ഞ ബുക്ക് ഇറക്കി എന്ന് പറഞ്ഞു, ആ ബുക്ക് വായിച്ചിട്ട് അതിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ചെയ്ത് എത്ര റീഡേഴ്സ് ഉണ്ട്? അതെ, നമ്മള് പലവരുടെ വിഷയം പറഞ്ഞാൽ ആ ബുക്ക് വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ടാവും, എന്നിട്ട് കാലത്ത് എല്ലാ ദിവസവും കണ്ടെന്ന് പറഞ്ഞിട്ട് ആവില്ല.
നമ്മളൊരു എന്താ പറയാ ബൈബിള് പോലെ അതിനെ തൊട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലും അല്ല, ബൈബിള് പോലെ തൊട്ട് വായിക്കാൻ പിന്നെയും കുഴപ്പമില്ല, അറ്റ്ലീസ്റ്റ് വായിക്കുമല്ലോ അത്. പക്ഷെ ഇത് പലപ്പോഴും അത് വായിക്കത്തോലുമില്ല. ഇപ്പൊ ഞാനൊക്കെ പണ്ട് പഠിക്കുന്ന ടൈമിൽ, സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ ബുക്ക് വായിക്കും, ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടുപോകും ഇങ്ങനെ. അപ്പൊ എന്റെ അമ്മ പറയും, എനിക്കറിയില്ല അമ്മ എന്താണെന്ന് പറഞ്ഞത്, ഈന്തപ്പഴം തൂക്കാന്ന് പറയും. പണ്ടൊക്കെ ഉത്സവത്തിന് തട്ടിന്റെ. അപ്പൊ അത് വെച്ചിട്ടാണ് അമ്മ എന്നെ കളിക്കുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ബുക്ക് നെഞ്ചത്ത് വെച്ചിട്ട് ഉറക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു അന്ന് എന്റെ മനസ്സിലുള്ള കാര്യം വെച്ചാൽ നെഞ്ചത്ത് ബുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ബുക്കുകളുണ്ട്, പക്ഷെ അത് ഇതുവരെ ആയിട്ടില്ല. അപ്പൊ യു ഷുഡ് റീഡ് ദാറ്റ്. അപ്പൊ എന്നിട്ട് അതിൽ നമ്മുടെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും. അത് പലപ്പോഴും പല ആൾക്കാരും ചെയ്യാറില്ല. അതും കൂടിയും ഒരു കാരണമുണ്ട്. ഒരു മലയാളി അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തി ജീവിതത്തിൽ വായിക്കേണ്ട ഒരു പുസ്തകം, സാമ്പത്തിക പുസ്തകം, അല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വ്യക്തി, അങ്ങനെ എന്തെങ്കിലും വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടുമിക്ക വീട്ടിലെയും അമ്മമാരെ നോക്കിയാൽ മതി. ഇപ്പോൾ നിങ്ങളുടെ വയസ്സ് ഒരു 35-40 മുകളിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു യങ് മദേഴ്സിനൊന്നും അറിയില്ല എന്ന് തോന്നുന്നു, ഡിജിറ്റൽ മദേഴ്സിനൊന്നും അറിയില്ല എന്നാണ്. പക്ഷേ അല്ലെങ്കിൽ അമ്മൂമ്മമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ മാനേജ് ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മാനേജ് വെച്ചാൽ ഒരു നിശ്ചിത പൈസ അവരെ കൊടുക്കും, അതിൽ അരി വാങ്ങും, പാല് കൊടുക്കും, ഇതെല്ലാം അവർ മാനേജ് ചെയ്യും. ആൻഡ് അവർ വീട്ടിൽ ജോലിക്കാരെ വെക്കണത് എല്ലാത്തിനും അവർക്ക് അവരുടെ രീതിയുണ്ട്. മാത്രമല്ല അവർ പശുവിനെ വളർത്തും, കോഴിനെ വളർത്തും, അതിന് ഓൺട്രപ്രണറാണ്, അതിന് വരുമാനം ഉണ്ടാക്കും, റവന്യൂ ഉണ്ടാക്കും, എല്ലാം ചെയ്യും. അപ്പൊ പിന്നെ കുറച്ച് പൈസ വന്നിട്ട് ഒരു ചരുവത്തിനുള്ളിലാണെങ്കിൽ വേറെ കലത്തിന്റെ അടിയിലായിരിക്കും അവര് ചിലപ്പോൾ കൂറിയ കിടത്തുണ്ടാവും, കുറി നടത്തും. അപ്പോൾ എന്റെ അമ്മൂമ്മയൊക്കെ വീട്ടിൽ പണ്ട് കൂറിയ കിടത്തണം ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ വീടുകളിൽ വന്നിട്ട് വൈകിട്ടാകുമ്പോൾ ആൾക്കാർ വന്ന് ഞാൻ ജനിക്കണേക്കാളും മുന്നത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ ഹാവ് ദെയർ ഓൺ ഇൻകം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ശരിക്കും സ്ത്രീകൾ വെച്ച് വളർന്നിട്ടുള്ളൊരു സൊസൈറ്റിയാണ്. അവരാണ് പൈസ മാനേജ് ചെയ്തിരുന്നത് പണ്ടത്തെ ഒരു സിസ്റ്റം നോക്കുന്നത്. പിന്നെയാണ് ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ആ ഇപ്പൊ നോക്കിയാൽ മതി, ഇപ്പോൾ ഒരു 60 വയസ്സിനുള്ള മുകളിലുള്ള സ്ത്രീകൾ എല്ലാവർക്കും പൈസയുടെ കൺട്രോൾ ഉണ്ടാവും. NRI മദേഴ്സിനൊന്നും അത് ഉണ്ടാവില്ല. ഞാനത് ആരും എടുത്തു പറഞ്ഞതല്ല, മിക്ക ആൾക്കാരും നോക്കുക NRI മദേഴ്സിന് അത്ര പൈസ ഹോൾഡ് ചെയ്ത കാര്യമുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ മിക്കപ്പോഴും ഉണ്ടാവില്ല. അത് ഉണ്ടാവായിരിക്കും ചിലപ്പോൾ, പക്ഷെ ഞാനങ്ങനെ സെഗ്മെന്റ് ചെയ്ത് പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ഒട്ടുമിക്ക മദേഴ്സിനും വീട് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു കഴിവുണ്ടാവും. പക്ഷെ അവർക്കുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ ഇൻവെസ്റ്റേഴ്സ് അല്ല, അവർ സേവേഴ്സ് ആണ്. നമ്മളത് നോക്കണമെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യത്തൊന്നുമില്ല, ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക അതൊന്നും ചെയ്യത്തില്ല. അവർ സേവ് ചെയ്ത് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ ആ ഒരു കോമ്പിനേഷൻ പക്ഷെ അന്ന് ഭയങ്കര ഉണ്ട്. കാരണം വെച്ചാൽ ഹസ്ബൻഡ്സ് മിക്കവാറും ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. അവർ പറമ്പ് വാങ്ങിയിടും, അവർ ഓരോന്ന് ചെയ്തിടും. അപ്പോൾ ആൻഡ് അവരുടെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അറിയാതെ ഒരു ബ്യൂട്ടിഫുൾ ടീം വർക്ക് ഉണ്ട് അവിടെ. അവരറിയാതെ ഇപ്പൊ എസ്പെഷ്യലി നല്ല സ്നേഹമുള്ള വീട്ടിലൊക്കെ കാര്യമുണ്ട് ഈ പറഞ്ഞത്. ചില വീട്ടിലൊക്കെ അതൊന്നും ഞാൻ കൂട്ടുന്നില്ല. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ട കാര്യം. എപ്പോഴും നമ്മൾ പറയുന്ന കാര്യം വെച്ചാൽ ഇപ്പൊ ചില ടൈമിൽ എന്റെ വീട്ടിലൊക്കെ എപ്പോഴും ഡിസ്കഷൻ ഉണ്ടാവുന്ന കാര്യമാണ്. എന്താ പറയാ, ആണുങ്ങൾ പെണ്ണുങ്ങൾ ഈ സ്ത്രീകൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ കിട്ടിയിട്ടുള്ള ആൾക്കാരാണ്, പുരുഷന്മാർ ഭയങ്കര മേധാവിത്വം കൊടുക്കണം. പക്ഷെ എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഈ പണ്ട് നമ്മൾ കാണണമെന്നുണ്ടെങ്കിൽ ആണ് പെണ്ണെന്നുള്ള വകതിരിവായിരുന്നു. ഇനി ആണ് പെണ്ണെന്നുള്ള വകതിരിവ് പോയി. എന്താ പറയാ, പോസിറ്റീവ് നല്ല ആളും ചീത്ത ആളെന്നുള്ളതേ അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ ചിലപ്പോൾ സ്ത്രീകളിൽ നല്ല ആൾക്കാരുണ്ടാവും, ചീത്ത ആൾക്കാരുണ്ടാവും, പുരുഷന്മാരിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ ആ സെൻസേ നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ആരാണ് ഇതൊന്നും അറിയാം. അപ്പൊ ആൾക്കാരെ നോക്കണമെങ്കിൽ ഒന്നത്. പിന്നെ എനിക്ക് എടുത്തു പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഞാൻ അമ്മനെയും അമ്മൂമ്മനെയൊക്കെ ഭയങ്കര നല്ല സേവേഴ്സായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു ആളാണ്. പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കോമ്പൗണ്ട് ഇഫക്റ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അത് ശരിക്കും ഫിനാൻഷ്യൽ ബുക്കല്ല, അതൊരു കൺസെപ്റ്റ് ഭയങ്കരമായിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ തന്നെ ഒരു ദിവസം 1% വെച്ചിട്ട് നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടെങ്കിൽ നമ്മൾക്ക് എത്രമാത്രം നന്നാവാൻ പറ്റും. 100 ദിവസം കൊണ്ട് എല്ലാ ദിവസവും 1% 99 ദിവസം പിടിക്കും. അല്ല, ഇവൻ 1% വേണ്ടതേ 0.25% ഇമ്പ്രൂവ് ആക്കിയാൽ മതി ഒരു ദിവസം. അത് ഹെൽത്ത് ആവാം, നമ്മൾ സംസാരിക്കുന്ന രീതിയാവാം, അങ്ങനെയൊക്കെ ആവണമെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഇമ്പ്രൂവ് ആവണം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള ഒരു ബുക്കാണ് കോമ്പൗണ്ട് എഫക്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും അത് തന്നെയാണ് ബാക്കിയുള്ള ഫിലോസഫിയിലൊക്കെ വരേണ്ടത് പറഞ്ഞിട്ടുള്ളത്. ഈവൻ പൈസ കാര്യങ്ങൾ അങ്ങനെ തന്നെ എല്ലാ ദിവസവും SIP ഒക്കെ സെയിം കോമ്പൗണ്ടിങ് ആണ് യൂസ് ചെയ്യുന്നത്. കോമ്പൗണ്ടിങ് കൊണ്ട് എത്ര സമയം കൊണ്ട് കോടീശ്വരനാവാം. അതൊക്കെ എല്ലാവരും ഈ പറഞ്ഞ ചെറിയ ചേഞ്ചസ് യു മേക്ക് ഇറ്റ്. ആൻഡ് അതിൽ എക്സ്പെൻസ് കുറയ്ക്കുന്നതാവാം, ഇൻകം കൂട്ടുന്നതാവാം, സ്കില്ല് കൂട്ടുന്നതാവാം, പ്രൊഡക്ടിവിറ്റി കൂട്ടുന്നതാവാം, അതെല്ലാത്തിലും പറഞ്ഞിട്ടുണ്ട്. നമ്മളെല്ലാവരും
എല്ലാവരും ചോദിക്കുന്നത് ഏത് പ്രൊഡക്റ്റാണ് ലാഭം. അതല്ല, നമ്മുടെ സ്വഭാവമാണ് ഏറ്റവും വലിയ ഒരു ബിഹേവിയറാണ് ഏറ്റവും വലിയ കാര്യം പറഞ്ഞത്. ഇറ്റ്സ് എ ഹാബിറ്റ്, റൈറ്റ്? അപ്പോൾ ആ ഹാബിറ്റ് നിങ്ങൾക്ക് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. ഇപ്പോൾ ഞാൻ ചില ക്ലയൻസിനെ കാണാറുണ്ട്, വളരെ ഹമ്പിൾ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, പക്ഷേ ദേ ആർ ലൈക്ക് മണി മേക്കിംഗ് മെഷീൻസ് ആയിരിക്കും. എവിടെന്നെങ്കിലും കാശുണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അത് ഏതിൽ ഇൻവോൾവ് ആയി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവർക്കൊന്നും സ്കില്ലൊന്നും ആവശ്യമില്ല. ഇപ്പോൾ പണ്ട് ഞാൻ കോളേജിലൊക്കെ ആകുമ്പോൾ ഞാൻ കളിക്കുകയൊക്കെ ചെയ്യാൻ, കണ്ടാ പറയില്ല കളിക്കുന്നുള്ളൂ. അപ്പോൾ പക്ഷെ എന്നാലും അപ്പോൾ അവിടെ ഞാൻ എൻ്റെ ടീമിൽ ഇവരൊന്നും വലിയ സ്റ്റേറ്റ് പ്ലേയേഴ്സ് ഒന്നും ആയിരുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ അവരെ കണ്ടിട്ടുള്ള കാര്യം വെച്ചാൽ ഇവർ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ എന്തെങ്കിലും കളി കളിച്ചിരിക്കാൻ കളിക്കുക. പിന്നെ നമ്മൾ കോളേജിലേക്ക് എത്തുമ്പോൾ ഈ കബഡിയും ഹാൻഡ്ബോളൊക്കെ സ്പെസിഫിക് ടീംസ് ആവും. അപ്പോൾ ഇവർ ഈ കളി ചിലപ്പോൾ കളിക്കുന്നത് ഡിഗ്രിക്ക് വരുമായിരിക്കും, പക്ഷെ അവർക്ക് ആ നാക്ക് ഉണ്ടാവും. ഇത് വെച്ചിട്ട് അവർ വിന്നറാവും. ആൻഡ് ദേ നോ ഹൗ ടു വിൻ. എസ്പെഷ്യലി ആ ലാസ്റ്റ് 10 മിനിറ്റ്സിലൊക്കെ ഒരു ഈക്വൽ പോസ്റ്റ് ഉണ്ടെങ്കിൽ പിന്നെ ചെയ്യുന്നത് മൈൻഡ് സെറ്റിലാണ് ജയിക്കുന്നത്. ആൻഡ് ഐ ലൈക്ക് ദാറ്റ് ഇൻ ബിസിനസ് ഓൾസോ, ഐ ലൈക്ക് ദാറ്റ് ഇൻ മണി മേക്കിംഗ് ഓൾസോ. അത് ആ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ വന്നിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഈ കോമ്പൗണ്ട് എഫക്ട് ഗുഡ് ബുക്ക്. ആൻഡ് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, നെപ്പോളിയൻ ഹില്ലിന്റെ. എനിക്ക് തോന്നുന്നു അത് ഇൻസ്പയർഡ് ആയിട്ടാണ് ബാക്കി എല്ലാ പുസ്തകങ്ങളും വന്നിരിക്കുന്നത്. അതച്ച ക്ലാസിക്. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇഷ്ടമാണ് ബുക്ക്, എൻ്റെ ഒരു ആഗ്രഹമാണ് ബുക്ക് എഴുതുന്നത്. അപ്പോൾ എൻ്റെ എപ്പോഴുള്ള വിഷയം പറഞ്ഞാൽ ഞാൻ എഴുതണമെങ്കിൽ എന്ത് പറഞ്ഞാലും അൺനോയിങ്ങിൽ ഐ ബി കോപ്പിങ് ഫ്രം തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്. അപ്പോൾ എന്തിനാ ഞാൻ ബുക്ക് എഴുതണമെന്നുള്ളത് എനിക്ക് എപ്പോഴും തിങ്ക് ചെയ്യണ ഒരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞാൽ കുഴപ്പമില്ല. മഹാഭാരതം പല വെർഷൻ ഉണ്ട്, രാമായണം പല വെർഷൻ ഉണ്ട് എന്ന് പറഞ്ഞ മാതിരി നമുക്ക് അതും ശ്രമിക്കാം. അത് നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ഓക്കെ. അപ്പോൾ നിഖിലുമായിട്ടുള്ള ചാറ്റിന്റെ 2ാം ഭാഗം മണി ആൻഡ് മൈൻഡ് സെറ്റിൽ നിങ്ങൾ കാണുക. അത് ഡിസ്ക്രിപ്ഷൻ അവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്, അതും കൂടി കാണുക. എന്നിട്ട് നിഖിലിനോട് എന്തെങ്കിലും തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, അതായത് എന്തെങ്കിലും അറിയാനോ അല്ലെങ്കിൽ നിഖിലിൽ നിന്ന് കൂടുതൽ എന്തെങ്കിലും പഠിക്കാനോ ഉണ്ടെങ്കിൽ അത് കമന്റിൽ കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.